ജീവിതം എപ്പോഴും വിജയത്തിന്റെ പാതയിലായിരിക്കണമെന്നാണ് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത്. എന്നാൽ നാം അറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഭാഗ്യങ്ങളെയും വിജയങ്ങളെയും തടഞ്ഞു നിർത്താറുണ്ട്. മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്ന ഗൗരവമേറിയ 4 വിഭാഗം ആളുകളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 1. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൽ പിശുക്ക് കാണിക്കുന്നവർ. ലോകാനുഗ്രഹിയായ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യനാമം കേൾക്കുമ്പോൾ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പിശുക്ക് കാണിക്കുന്നവർക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക? ആ സ്നേഹനിധിയായ പ്രവാചകനെ നാം മറന്നുപോകരുത്. 2. ബാങ്കിന്റെ വിളിക്ക് മറുപടി നൽകാത്തവർ. അള്ളാഹുവിലേക്ക് നമ്മെ വിളിക്കുന്ന ആ പവിത്രമായ ശബ്ദത്തോട് ആദരവ് കാണിക്കാത്തവർ അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായത്തിന് അർഹരാവുകയില്ല. പള്ളിയിൽ നിന്ന് ഉയരുന്ന ഓരോ ബാങ്ക് വിളിയും അള്ളാഹുവുമായുള്ള ബന്ധം പുതുക്കാനുള്ള വിളിയാളമാണ്. 3. നന്മയുടെ വിളിക്ക് മുന്നിൽ മുഖം തിരിക്കുന്നവർ. നമ്മുടെ ഒരു സഹോദരൻ ഒരു നല്ല കാര്യത്തിനായി ഖൈറായ ആവശ്യത്തിന് സഹായം ചോദിച്ചു വന്നാൽ അത് ചെയ്തു കൊടുക്കാൻ കഴിവും സാഹചര്യവും ഉണ്ടായിട്ടും പിന്മാറുന്നവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെടും. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ തുണയാകുന്നവനാണ് യഥാർത്ഥ വിജയി. 4. പ്രാർത്ഥനയിൽ മടി കാണിക്കുന്നവർ. നിസ്കാരത്തിന് ശേഷം സ്വന്തത്തിനു വേണ്ടിയോ തന്റെ വിശ്വാസികളായ സഹോദരങ്ങൾക്ക് വേണ്ടിയോ അള്ളാഹുവിനോട് ഇരുകൈകളും നീട്ടി പ്രാർത്ഥിക്കാൻ മടിക്കുന്നവർ ഏറ്റവും വലിയ ഭാഗ്യദോഷികളാണ്. ദുആ വിശ്വാസിയുടെ ആയുധമാണ്. അത് ഉപേക്ഷിക്കുന്നവർക്ക് വിജയം അന്യമാകും. അള്ളാഹു നമ്മുടെ വീഴ്ചകളെല്ലാം മാപ്പാക്കി തരികയും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും മുഅ്മിനീങ്ങളെയും അവന്റെ സ്വർഗ്ഗത്തോപ്പിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ആമീൻ. ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുമല്ലോ. ഈ അറിവ് മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടാൽ അതിന്റെ പ്രതിഫലം നമുക്കും ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.